Hello all, welcome back to channel. ഇനി നമ്മൾ നോക്കുന്നത് പോസ്റ്റ് ആൻഡ് പ്രീ ഇൻക്രിമെന്റ് ഓപ്പറേറ്റർസ് എങ്ങനെ യൂസ് ചെയ്യാം നമുക്ക് പോയിന്റേഴ്സ്. ഓക്കെ, അപ്പോൾ പോയിന്റേഴ്സിന്റെ കുറെ ബേസിക്സ് നമ്മൾ പഠിച്ചിരുന്നു. സോ നമ്മൾ ജസ്റ്റ് ഒരു ആരേ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇൻറ്റു നമ്പേഴ്സ് ഓഫ് 5 ആരേ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പോയിന്റ് വാല്യൂ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അഡ്രസ് ലൊക്കേഷൻ നമ്മൾ പറയുന്നത് ഫസ്റ്റ് എലമെന്റ്. ഓക്കെ ഓക്കെ നമുക്ക് ആദ്യം പോസ്റ്റ് ഇൻക്രിമെന്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ അരയുടെ പോയിന്റർ പോയിന്റ് ചെയ്യുന്നത് ഫസ്റ്റ് എലമെന്റ് ആണ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് അതൊന്ന് പ്രിന്റ് ചെയ്യാം. പെർസെൻറ്റേജ് ഡി എന്താ പറയാം സ്റ്റാർട്ടിങ് അല്ലെ. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് എലമെന്റ് വാല്യൂ നമുക്ക് ഡിസ്പ്ലേ ചെയ്യും. 2 ആണ് നമ്മുടെ ഫസ്റ്റ് എലമെന്റ്. അപ്പൊ ആ വാല്യൂ നമുക്ക് ഡിസ്പ്ലേ ചെയ്യും. ഓക്കെ, ഞാനിവിടെ വെച്ചിട്ട് വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? p++ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്ന് ബിൽഡ് കൺട്രോൾ ചെയ്യാം. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? നെക്സ്റ്റ് വാല്യൂ 4 ഇവിടെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്തു? വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തു. പിന്നെ നമ്മളൊന്ന് പോസ്റ്റ് ഇൻക്രിമെന്റ് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ യൂസ് ചെയ്യുന്നത് p=p+1 ഇക്വലന്റ് ആണ്. ബട്ട് ഇതിന് ചില പ്രത്യേകതകൾ കൊടുക്കുന്നുണ്ട്. നമുക്കത് പ്രിന്റ് ഓഫ് പെർസെൻറ്റേജ് ഡി നമ്മൾ വെച്ചിട്ട് ഈ പോയിന്റിന്റെ വാല്യൂ നമുക്ക് സ്റ്റാർ p++ എന്ന് പറയും. ഇത് നമ്മൾ ജസ്റ്റ് അത് നോക്കാം. ഓക്കെ, അത് പോസ്റ്റ് ഇൻക്രിമെന്റ് ആകുമ്പോൾ ആദ്യം എന്താ ചെയ്യുന്നത്? p++ എന്ന് വെച്ചാൽ കറണ്ട് അഡ്രസ് എന്തോ ആ അഡ്രസ് എടുക്കും. ആ അഡ്രസ്സിലെ വാല്യൂ എടുക്കും. എന്നിട്ടാണ് ഈ അഡ്രസ് ചേഞ്ച് ആവുന്നത്. അതാണ് പോസ്റ്റ് ഇൻക്രിമെന്റ്. റൈറ്റ്. സോ ഇപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? നമുക്ക് ഇവിടെ നോക്കാം. സ്ലാഷ് ഇന്ന് ബിൽഡ് ചെയ്യാം. കണ്ടോ, നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന വാല്യൂ എത്രയാണ്? 2. സെക്കൻഡ് നമുക്ക് 4 കിട്ടി. എന്താ സംഭവിച്ചൂടെ? നമ്മൾ സ്റ്റാർ p++ നോക്കാം. p++ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് പോസ്റ്റ് ഇൻക്രിമെന്റ് ആണ്. അപ്പൊ എന്ത് വാല്യൂ ഫസ്റ്റ് എലമെന്റിന്റെ അഡ്രസ്സിനെ കിട്ടും. അഡ്രസ് എടുത്ത് അതിന്റെ വാല്യൂ നമുക്ക് ഡിസ്പ്ലേ ചെയ്യും. എന്നിട്ട് അതിനുശേഷമാണ് ഈ പി ഇൻക്രിമെന്റ് ചെയ്യുന്നത്. ഇൻക്രിമെന്റ് ചെയ്തിട്ട് എന്താവും? നെക്സ്റ്റ് 4 ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ വാല്യൂ ഗെറ്റ് ചെയ്യുമ്പോൾ എന്താണ്? കറണ്ട്, അതായത് ഇപ്പൊ ഉള്ള വാല്യൂ തന്നെയാണ് ഗെറ്റ് ചെയ്യുക p++ പറഞ്ഞാൽ. എന്നിട്ട് പോയിന്ററിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നത്? ഫസ്റ്റ് കിട്ടി, സെക്കൻഡില് നമുക്ക് ആ വാല്യൂ ചേഞ്ച് ആയി. അതുകൊണ്ടാണ് നെക്സ്റ്റ് ലൈനിൽ നമുക്ക് എന്ത് വന്നു? 4 നമ്പർ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്താ കിട്ടുക? അതിന്റെ കറണ്ട് പൊസിഷനിലുള്ള വാല്യൂ ആണ്. എന്നിട്ടാണ് വാല്യൂ ചേഞ്ച് ആവുന്നത്. ഓക്കെ, ആണ് പോസ്റ്റ് എന്നുണ്ടെങ്കിൽ. സപ്പോസ് നമ്മളിവിടെ 2 വാല്യൂ വന്നു. പെർസെൻറ്റേജ്
നമ്മൾ വീണ്ടും ടി പ്ലസ് പ്ലസ് കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രിസിഡൻസ് എന്താണ്? റൈറ്റ് ഇല്ലാത്തതാണ് അല്ലെ. ഫസ്റ്റ് എന്ത് ചെയ്യും? ഈ എക്സ്പ്രഷനിൽ എന്ത് കിട്ടും നമുക്ക്? ഫസ്റ്റ് ഇത് പോയിന്റ് ചെയ്യുന്നത് സീറോത്ത് പൊസിഷനിലാണ്. പി പോയിന്റ് ചെയ്തിരിക്കുന്നത് സീറോത്ത് പൊസിഷനിലാണ്. അപ്പൊ അതിന്റെ വാല്യൂ ഒന്ന് കിട്ടി. എന്നിട്ട് അതിന്റെ പോയിന്റർ ഇംപ്ലിമെന്റ് ചെയ്തു. ഇത് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്തു? ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത് 2 ആണ്. എന്നിട്ട് 2 ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്തു. 2ന്റെ അഡ്രസ് അവിടെ എത്തി? 4 ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്തു? 4ന്റെ അഡ്രസ് പ്രിന്റ് ചെയ്യും. 4ന്റെ അഡ്രസ്സിലുള്ള വാല്യൂ എത്രയാണ്? നമുക്ക് 4 എന്നിട്ട് അതൊന്ന് ഇൻക്രിമെന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ പോയിന്റർ എന്തായിരിക്കും? പോയിന്റർ 5 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂ എത്രയായിരിക്കും? ഇവിടെ കിട്ടുന്ന വാല്യൂ 2 ആയിരിക്കും. ഇവിടെ കിട്ടുന്ന വാല്യൂ 4 ആയിരിക്കും. കാരണം ഇത് ഫസ്റ്റ് ഇൻക്രിമെന്റ് അല്ലെ. ഇവിടെ കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? 5 ആയിരിക്കും. നമുക്കൊന്ന് ബിൽഡിംഗ് ചെയ്ത് നോക്കാം. 4, 5. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻക്രിമെന്റ് നോക്കാം. ഇവിടെ നമുക്ക് എന്ത് പറയാം? പ്ലസ് പ്ലസ് പറയാം അല്ലെ. ഇതുകൊണ്ട് എന്ത് ചെയ്യും? ആദ്യം പോയിന്റർ വാല്യൂ ചേഞ്ച് ആവും. എന്നിട്ട് അതിലുള്ള വാല്യൂ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ അഡ്രസ് എത്രയാണ്? പി ഈക്വൽ ടു 0 ആണ് പറഞ്ഞിട്ട്, നമ്പേഴ്സ് ഓഫ് 0 ആണ്, അതായത് 2 ആണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ പി പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ ഇൻക്രിമെന്റ് ചെയ്ത് 4 ആവും. ഇത് 4ലുള്ള വാല്യൂ നമുക്ക് 4 ആണ് ഒന്നുകൂടെ നടക്കുക. കാരണം അത് ഇൻക്രിമെന്റ് കണ്ടോ. 4 ഇതില്ലാത്തതുകൊണ്ടാണ് നമ്മൾ സ്ലാഷിന് കൊടുക്കാൻ ശ്രമിക്കുക. കണ്ടോ, 4, 4. ഓക്കെ, ഈ മൂവ് സ്റ്റാർ പ്ലസ് പ്ലസ് പി എന്നാണ് പറയുക. ഇതിന്റെ പെർസെന്റേജ് പി റെക്കോർഡ് കൊണ്ടുപോയിട്ടും ഫസ്റ്റ് പിയില് 2 ഉണ്ടാവുക അല്ലെ. 2ന്റെ വാല്യൂ ഉണ്ടാവും. അഡ്രസ് ഉണ്ടാവും. അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2 ആണ് നമുക്ക് കിട്ടുക. ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും? ഇത് ഫസ്റ്റിൽ ഇൻക്രിമെന്റ് ചെയ്തിട്ട് 4 ആയി. 4 ഇവിടെ പ്രിന്റ് ചെയ്യും. നെക്സ്റ്റ് 4 ഇവിടെ വന്നിട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് ആ പോയിന്റ് വീണ്ടും ഇൻക്രിമെന്റ് ചെയ്യുക. നമുക്ക് ഇവിടെ 5 അപ്പൊ ഇവിടെ വന്നിട്ട് 4, 5, 5 ഡിസ്പ്ലേ 4, 5, 5. ഓക്കെ, ഇനി നമുക്ക് പ്രീ ഡിക്രിമെന്റ് എന്താ നോക്കാം. ഫസ്റ്റ് നമുക്ക് സ്റ്റാർ പി അനൗൺസ്മെന്റ്സ്. ഇത് എന്താണ്? പോസ്റ്റ് ഡിക്രിമെന്റ് ആണ്. ഇതിനുള്ള വാല്യൂ ഉണ്ടാവുമെങ്കിൽ ഫസ്റ്റ് നമുക്ക് വാല്യൂ തന്നെ കിട്ടുക. എന്നിട്ടാണ് അതിന്റെ പോയിന്റ് ചേഞ്ച് ആവുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? 2 തന്നെയായിരിക്കും. എന്നിട്ട് പോയിന്റ് വാല്യൂ ചേഞ്ച് ചെയ്തു. അല്ല, ഇത് ബാക്ക്വേർഡ് ഡയറക്ഷനിലാണ് വരുന്നത് അല്ലെ. ഇപ്പൊ ഫസ്റ്റത്തെ നമ്പറാണ് നമ്മൾ ഫസ്റ്റ് നമ്പർ ആണെന്നുള്ള പറഞ്ഞിരുന്നത്. 2ന്റെ ബാക്കിലുള്ള നമ്പർ ക്വസ്റ്റ്യനിലേക്ക് ഈ പോയിന്റർ അസൈൻ ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? ഇവിടെ നമുക്ക് രണ്ടാമത്തെ ലൈനിൽ നമുക്ക് കിട്ടുന്നത് ഗാർബേജ് വാല്യൂ ആയിരിക്കും. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. കണ്ട 4, 4, 2 ഒരു വാല്യൂ നമുക്കില്ല. അതുകൊണ്ട് ഗാർബേജ് വാല്യൂ
ഓക്കെ, കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി നമുക്കൊരു 1 0 1 2 3 3 ഓർമ്മ. ഇപ്പോൾ നമ്മൾ പറയുന്നത് അറേയുടെ റേഞ്ചിലുള്ള വാല്യൂകളായിരിക്കണം, അല്ലെങ്കിൽ ഗാർബേജ് വാല്യൂ. ഈ കേസിൽ എന്ത് വരും? 3 വാല്യൂ -3 ആണ് അല്ലെ. അപ്പൊ -3 കൊണ്ടെയും ഫസ്റ്റ് ലൈനിൽ -1 അപ്പൊ എന്ത് ചെയ്യും? ഫസ്റ്റ് ലൈനിൽ ഇതില് -3 പ്രിന്റ് ചെയ്യും, എന്നിട്ട് അതിന്റെ അഡ്രസ് ഒന്ന് കുറയും, 5 ആവും. അപ്പൊ 3 -3 5 നമുക്ക് ഇതിൽ ഔട്ട്പുട്ട് കിട്ടും. കണ്ടോ? -3 5. ഓക്കെ, ചെയ്യാൻ വേറൊരു പെർസെൻറ്റേജ് ബി സ്റ്റാർ പി -. അപ്പൊ എന്ത് ചെയ്യും? ഫസ്റ്റ് -3 പ്രിന്റ് ചെയ്യും. ഇത് പോസ്റ്റ് ഡിക്രിമെന്റ് ആണ് അല്ലെ. ഫസ്റ്റ് അഡ്രസ് നമ്മൾ എടുക്കുക, എന്നിട്ടാണ് വാല്യൂ പോയിന്റിന് ജമ്പ് ചെയ്യുന്നത്. അപ്പോൾ -3 വരും. അപ്പൊ ഇവിടുത്തെ പോയിന്റ് എന്തായിട്ടുണ്ടാവും? ഒന്ന് ഡിക്രിമെന്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ വാല്യൂ എത്രയാണ്? 5 ആണ്. 5 ഇവിടെ പ്രിന്റ് ചെയ്യും, എന്നിട്ട് ഒന്നോടെ ഡിക്രിമെന്റ് ചെയ്യും. -3 5 ഫസ്റ്റ് ലൈനിന്റെ ഔട്ട്പുട്ട് വരും. സെക്കൻഡ് ലൈനിൽ ഡിക്രിമെന്റ് ചെയ്തുകൊണ്ട് ഇവിടെ വരുന്നു 4 നോക്കാം. -3 5 4. ഓക്കെ, മുസ്ലിം നോക്കുന്നു ഡിക്രിമെന്റ് -d സ്റ്റാർ പി -. ഈ കേസിൽ എന്ത് വരും? ആദ്യം പോയിന്റിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യും അല്ലെ, മെമ്മറി ലൊക്കേഷൻ ചേഞ്ച് ചെയ്യും, എന്നിട്ട് ആ വാല്യൂ എന്നത് ഔട്ട്പുട്ടിൽ വരും. അപ്പോ നമ്മളിപ്പോ നോക്കുന്നത് നമ്പേഴ്സ് ഓഫ് 3 അതായത് ഇവിടെയാണ്. അപ്പോൾ -p എന്ന് പറഞ്ഞാൽ ഇത് ജമ്പ് ചെയ്തിട്ട് എന്തായിരിക്കും? 5 ആയിട്ട്. ഒന്ന് കിട്ടുന്ന വാല്യൂ എത്രയായിരിക്കും? 5 ആയി. ഡൗൺ സൈഡിലുള്ള വാല്യൂ എന്തായിരിക്കും? പിയുടെ വാല്യൂ 5 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ വേറൊരു പെർസെൻറ്റേജ് -p എന്തുവരും? ആദ്യത്തെ -3 അല്ലെ. -3 ജമ്പ് ചെയ്തിട്ട് 5 വരും, ഇന്നത്തേത് 4 വരും, താഴെയാണ് 4 വരും. 5 4 4. ഓക്കെ, പ്രീ ഡിക്രിമെന്റ്. സപ്പോസ് നമ്മളിവിടെയാണ് സ്റ്റാർ പി -1. ഇതെന്താണ്? ഫസ്റ്റ് ഇന്റർവെൽ ഡിക്രിമെന്റ് ആണ് അല്ലെ. ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ വാല്യൂ ചേഞ്ച് ആയില്ല. നമ്മൾ നമ്പേഴ്സ് ഓഫ് 3 എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ അഡ്രസ് തന്നെയാണ് കിടക്കുന്നുണ്ടാവുക. അതിന്റെ വാല്യൂ എന്നത് ആദ്യം ഡീറ്റ് ചെയ്യാൻ -3 തന്നെയാണ്, എന്നിട്ട് എന്ത് ചെയ്യും? അതിന്റെ പോയിന്ററിന്റെ വാല്യൂ ചെയ്യും. നമ്മളിവിടെ കിട്ടുന്ന വാല്യൂ ഉണ്ടാവും സ്റ്റാർ പി -1 എന്ന് പറഞ്ഞാൽ -3 കിട്ടി, ജമ്പ് ചെയ്ത് 5 അല്ലെ. പിന്നെ ഈ 5 വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? -p. ഇതെന്താണ്? ഇത് പ്രീ ആണ് അല്ലെ. അപ്പൊ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? ഇപ്പൊ 5 കിടക്കുന്നത്, എന്ത് ചെയ്യും? ജമ്പ് ചെയ്തിട്ട് 4 ആവും. അപ്പൊ ഇവിടെ 4 വരും. -3 4 4 എന്നതാണ് ഇതിന്റെ ഔട്ട്പുട്ട് ഉണ്ടാവുക. ഇത് നോക്കി നോക്കാം. -3 4 4. ഓക്കെ, ഓക്കെ ഗൈസ്, അതാണ് പോസ്റ്റ് ആൻഡ് പ്രീ ഇൻക്രിമെന്റ് ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, താങ്ക് യു ഗൈസ്.